ബീഹാറിൽ 7,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ, റോഡ്, ഗ്രാമവികസനം, മത്സ്യബന്ധനം, ഇലക്ട്രോണിക്സ്, സാങ്കേതികവിദ്യ ഉൾപ്പെടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്. കിഴക്കൻ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ബീഹാറിന്റെ വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോട്ടിഹാരിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ബീഹാറിൽ വികസനം ത്വരിതഗതിയിലാണ് പുരോഗമിക്കുന്നത്. UPA സർക്കാരിന്റെ 10 വർഷത്തെ ഭരണകാലത്ത് ബീഹാറിന്റെ വികസനത്തിനായി വളരെ കുറഞ്ഞ തുകയാണ് നീക്കിവച്ചത്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി NDA സർക്കാർ UPA സർക്കാർ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുകയാണ് ബീഹാറിന്റെ വികസനത്തിനായി അനുവദിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. तो UPA के 10 साल में बिहार को सिर्फ 2 लाख करोड़ रुपए के आसपास मिले। 10 साल में 2 लाख करोड़ के आसपास, यानी नीतीश जी की सरकार से ये लोग बदला ले रहे थे, बिहार से बदला ले रहे थे। 2014 में केंद्र में आपने मुझे सेवा करने का अवसर दिया। केंद्र में आने के बाद मैंने बिहार से बदला लेने वाली उस पुरानी राजनीति को भी समाप्त कर दिया. കർഷകരുടെ വരുമാനവും കാർഷിക ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് ഇതുവരെ 3.5 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ റെയിൽ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ബീഹാറിൽ തുടക്കം കുറിച്ചു. പട്നയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള അമൃത് ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദീൻദയാൽ അന്ത്യോദയ പദ്ധതിക്ക് കീഴിൽ 61,000-ലധികം സ്വയം സഹായ സംഘങ്ങൾക്ക് 400 കോടി രൂപ ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ പൂർത്തിയായ ഭവനങ്ങളുടെ താക്കോൽ ദാനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.